അബൂബക്കറിൽ ആലിൽ ഇമാമു സയ്യിദി അബൂ ഹഫ്സിൽ ഫാറൂഖ് ഹിബ്ബിയ മൻ സഫാ. അല്ലാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിക്കുന്നവർ, സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ നബിയെ ആക്ഷേപിക്കുന്നവരാണ്. ശ്രദ്ധിച്ചോളിട്ടാ, ഒരു സ്വഹാബിയെ ആക്ഷേപിച്ചാൽ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. കള്ളുടിച്ചാലും നാളെ രക്ഷപ്പെട്ടേക്കാം, സ്വഹാബിയെ ആക്ഷേപിച്ചാൽ രക്ഷപ്പെടൂല. സയ്യിദ്നാ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ അവരെ ആക്ഷേപിക്കുന്ന, മുആവിയ തങ്ങളെ ആക്ഷേപിക്കുന്ന മലയാളി മുസ്ലിം നാമധാരികളുണ്ട്. കേട്ടോളി ഇങ്ങോട്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോളി, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. ഞാൻ പലവട്ടം ഞാൻ ഇവിടെ ഇരുന്നത് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ആ കൂട്ടത്തിൽ കൂടിയ രണ്ടാളുകൾ ഈ ആഴ്ച എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടുപോയിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞിട്ട്. അല്ലാഹു തആല ആ കൂട്ടത്തിന് തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും, ഒരു സ്വഹാബി ആക്ഷേപിച്ചവൻ രക്ഷപ്പെടൂലട്ടാ, കള്ളുകുടിച്ചവൻ രക്ഷപ്പെടും. ആയുസ് മുഴുവൻ കള്ളുകുടിച്ച് മറിഞ്ഞാലും രക്ഷപ്പെടാം. സ്വഹാബി ആക്ഷേപിച്ചവൻ രക്ഷപ്പെടൂല ഒരിക്കൽ. കാരണം അവരെ ശരീരത്തിലേക്ക് പുണ്യ റസൂൽ നോക്കിയിട്ടില്ലേ, അവർ ഈമാനോടുകൂടി എന്താണ് വിചാരിച്ച്. മുആവിയ മോശമാണെങ്കിൽ നബിയല്ലടാ മോശം. മുആവിയ നന്നാക്കാൻ മുആവിയ ജന്തുകൊടുത്തിട്ടില്ലേ? മുആവിയ നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആയിരിക്കാം? റസൂലക്കന്നെ. അപ്പൊ മുആവിയ മോശമാണെന്ന് പറഞ്ഞാൽ മോശം ആരാണ്? നബിയല്ല. ആരുടെ മോശമാക്കി? മുസ്തഫ നബിനല്ലേ. നന്നാവൂല കേട്ടാ, നന്നാവൂല. എൻ്റെ തറവാടുകൾ നന്നാവൂല. അല്ലാഹു സ്വഹാബികളെ ആക്ഷേപിക്കുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയടാ, അതിൻ്റെയൊക്കെ കാലം വരാൻ പോവുകയാണ്. നാടാകെ സ്വഹാബികൾ ആക്ഷേപിക്കുന്നവരിഞ്ഞുണ്ടാവും. ആ കൂട്ടത്തിൽ കൂടരുതേ. ആ കൂട്ടത്തിൽ കൂടിയാൽ ദുനിയാവ് ആഖിറ നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ നിസ്കാരം നോമ്പ് കണക്കാക്കണ്ടട്ടാ. സ്വഹാബികൾ ആക്ഷേപിച്ചാൽ അവരെ ആക്ഷേപിച്ച റസൂലുള്ളാഹിനെ. അവരിൽ ആരെ തുടർന്നാലും നിങ്ങൾ രക്ഷപ്പെടും. അവർക്ക് അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു പൊളിറ്റിക്കലായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എലിജി എന്തിനാണ് ഇടപെടേണ്ട ആവശ്യം? എലിജി ഇടപെടുന്നത് പൊളിറ്റിക്കൽ അഭിപ്രായ വ്യത്യാസം അവർ തമ്മിലുണ്ടെങ്കിൽ, ഇമാം റാഫിയും ഇമാമും തമ്മിൽ ഫിഖിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എലിജി ഇടപെടുന്നതിന് ആരെ പിടിച്ചാലും രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഇമാം റാഫി ഇമാമും തമ്മിൽ ഫിഖിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇജാരടാ പറയാൻ, ഇജി നോക്കാൻ. രണ്ടിൽ ഒരാൾ പിടിച്ചാൽ, രണ്ടാൾ പിടിച്ചാൽ രക്ഷപ്പെടും, ഒരാൾ പിടിച്ചാൽ രക്ഷപ്പെടും. ഷാഫി ഇമാം ഹനഫി ഇമാമും തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടെങ്കിൽ ഇജി നോക്കാൻ. ഇജാരെ എനിക്ക് അലിഫിന്റെ മൂഡ് എന്താണെന്നറിയും. ഇജാരെ പിടിച്ചാൽ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു സ്വഹാബി ആക്ഷേപിക്കുന്നത് ചെവിട് പോലും കേൾക്കരുത്, കണ്ടത് മുഴുവൻ കേൾക്കരുത്. കണ്ടതൊക്കെ കേൾക്കണ പണിയപ്പോൾ നമ്മളെ ആളുകൾക്ക് കിട്ടിയതൊക്കെ ഇങ്ങനെ കേൾക്കുക. കണ്ടത് മുഴുവൻ കേൾക്കരുത്. ഒരാളെ വയറിലേക്കണമെങ്കിൽ അയാളുടെ കേൾക്കാൻ പാടുള്ളൂ. എൻ്റെ വയറിലേക്കണോ വേറെ വയറിലേക്കരുത്. അതിന് കയ്യൊങ്ങി മതി. എൻ്റെ വയറിലേക്കണോ എൻ്റെ വയറ് മതി, വേറെ വയറിലേക്കരുത്. എൻ്റെ വയറിൽ കേൾക്കണോ എൻ്റെ വയറിൽ തന്നെ കേൾക്കുക. വേറൊരാളെ പിടിച്ച ഇതുപോലെ നല്ല നല്ല വയറുകളില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അത് പിടിച്ചോ, എന്നാ പിടിച്ചോ, എനിക്കത് മതി. എൻ്റെ പ്രശ്നം എന്താ? ഇജ് എല്ലാം കൂടി നാടൻ മരുന്നും, എനിക്ക് ഷുഗറായി, അപ്പം ഇജ് നാടൻ മരുന്നും ഇംഗ്ലീഷും ഹോമിയോപ്പതിയും എല്ലാം കൂടി ആവുമ്പോൾ പിന്നെ എനിക്ക് ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ മുമ്പ് എന്നെ ജീവൻ പോകും. അല്ല, ഡയാലിസിസ് ചെയ്യുകയാണെങ്കിൽ 2-4 കൊല്ലമൊക്കെ കിട്ടും. അന്നൊന്നും എനിക്ക് വേണ്ടി വരില്ല. ഇതെല്ലാം കൂടി കുടിച്ചാൽ ഇൻ്റെ വയറിലേക്കണോ എൻ്റെ വയറിലേക്ക്, വേറെ ആളെ വയറിലേക്കരുത്. ഇന്നെ ഞാൻ മതിയാനാണെങ്കിൽ എൻ്റെ കേട്ടാലും മതിയില്ലേ? കേൾക്കണ്ട. ഇനി കുറേ കാലം കേട്ടിരുന്നു, ഇനിയിപ്പോൾ ശരിയില്ല, ആയിക്കോട്ടെ ഉസ്താദേ ഞങ്ങൾ പോവുകയാണ്, സലാം. ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സ്വഹാബത്തിൽ ആരെ പിടിച്ചാലും ഈ രക്ഷപ്പെടും. അല്ലാഹു തആല സ്വഹാബത്തിനെ പിടിക്കുന്നവർ നമ്മളെ ചേർത്തേരട്ടെ. അവരിൽ ഏതെങ്കിലും ഒരാളിലേക്ക് അല്ലാഹു നമ്മളെ ചേർത്തേരട്ടെ. ഞങ്ങൾ റൂഫത്ത് ഭാഷയുടെ ഒരു പുസ്തകത്തിന് നിങ്ങൾക്ക് തന്നെയല്ലേ കാണിച്ചത്? അതെ അല്ലേ? ഹയാത്ത് സ്വഹാബക്ക് ഏതെങ്കിലും ഒരാളിലേക്ക് ആ സിറാത്തും പാലം സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ചേർത്ത് തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട സിറിയൻ പണ്ഡിതനായ റഊഫത്ത് പാഷ റഹ്മത്തുള്ളാഹി അലൈഹി. പഠിച്ചോനെ, ഇവർ സ്വഹാബിയിലേക്ക് എന്നെ ചേർത്തോണ്ടാ, എന്നാൽ എനിക്ക് സിറാത്ത് പാലം രക്ഷപ്പെടാലോ. കാരണം അവരെ കയ്യിൽ ആരെ കൈയുണ്ട്? സുള്ളാൻ്റെ കൈയുണ്ട്. പിന്നെന്താ? ഒക്കെ മനസ്സിലാക്കിക്കോളൂ. ഇതൊന്നും ഞങ്ങൾ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതൊരു കാഫിയായ കിതാബാണ്. ഇത് കാഫിയായ കിതാബാണ്. ഇത് കാഫിയ. ഇതൊരാൾ ഓതാതിരിക്കരുത്. ഭയങ്കര
ഈ സൂഫിയുടെ പ്രണയകാവ്യം എന്ന ഈ പ്രഭാഷണം ഒരു വല്ലാത്തൊരു പ്രഭാഷണമാണ്. എന്തുകൊണ്ട്? ഇത് പ്രഭാഷകൻ്റെ പ്രത്യേകതയല്ല, അത് ഇബ്രാഹിം നിയാസിൻ്റെതാണ്. ഇബ്രാഹിം നിയാസ് തിജാനി ത്വരീഖത്തുകാരനാണ്. തിജാനി ത്വരീഖത്തിൻ്റെ മുജദ്ദിദാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ വലിയ മഹാനാണ്. അവരെപ്പോലത്തെ ഒരു മഹാനെ 20-ാം നൂറ്റാണ്ടിൽ എനിക്കറിയൂല. അത്രയും വലിയ മഹാനാണ്. അവരെൻ്റെ ഉപ്പാൻ്റെ ഉപ്പയാണ്, എൻ്റെ വല്യപ്പയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസ്. അള്ളാഹുവിനെ ദർജയേറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇത് വല്ലാത്ത കിതാബാണ്. അബൂബക്കറിനിൽ ആലിൽ ഇമാമു വസയ്യിദി അബൂ ഹഫ്സിനിൽ ഫാറൂഖ്. എൻ്റെ അബൂ ഹഫ്സ ഉമർ ഇബ്നുൽ ഖത്താബ് ആ കൂട്ടത്തിലുണ്ട്. അൽ ഫാറൂഖ്, ഫാറൂഖായ ഹിബ്ബി, എൻ്റെ പ്രേമഭാജനമായ മൻ സഫാ, ഹൃദയം ശുദ്ധിയായവരിൽ ഒരാളുമായ ഹിബ്ബിയ മൻ സഫാ, എൻ്റെ ഹിബ്ബിയുമാണ്. മൻ സഫാ, ഹൃദയം വെളിച്ചം വെച്ച കൂട്ടത്തിൽപ്പെട്ട ആളുമാണ് എന്നൊക്കെ ആണ് എൻ്റെ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവരും ആ കൂട്ടത്തിലുണ്ട്. ഉസ്മാനു ദുന്നൂറൈനി വസ്സിൻവു ഖദ് അതാ അലിയുൻ ബിസ്സിബ്തൈനി അബുസ്സിബ്തൈനി കല്ലൈതി മുശ്രിഫാ. ആ ബദറിൽ മനസ്സിലായില്ലേ, ഉസ്മാൻ ദുന്നൂറൈനിയും ഉണ്ട്. ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഉണ്ട്. ബദരീങ്ങളിൽ ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. ഇതാണ് ആര്? ഉസ്മാൻ. ഉസ്മാൻ ബദർ യുദ്ധത്തിലുണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ട്. മനസ്സിലായില്ല. അന്ന് ഭാര്യക്ക് റസൂലുള്ളാഹിന്റെ മകൾക്ക് സുഖമില്ല. അതുകൊണ്ട് മദീനയിൽ തന്നെ നിൽക്കാൻ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് നബി കൽപ്പിച്ചു. അപ്പോൾ വേദനയോടുകൂടെ ബദറിൽ നിന്നു. മദീനയിൽ നിന്നു. ഉസ്മാൻ മനസ്സെവിടെയാ? ബദറില്ല. മനസ്സ് ബദറില്ല, ശരീരം മനസ്സ് ബദറില്ല, ശരീരം മദീനയില്ല. അതുകൊണ്ട് ബദരീങ്ങളിൽ ആരുണ്ട്? ഉസ്മാനുണ്ട്. എന്തുകൊണ്ട്? നബി കൽപ്പിച്ചത് മദീനയാണ്. അതാണ് വിഷയം. നബി എന്താ കൽപ്പിച്ചത് അതെന്നെ. നബി ഞാൻ തൽക്കാലം പെണ്ണുങ്ങൾക്ക് സുഖമല്ല, ഞാൻ അടുത്ത ആഴ്ച വന്നാൽ പോരെ, അതല്ല. നബി പറഞ്ഞു നീ പോരണ്ട. ബദരീങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറവ് ചെയ്യുക ഭാര്യയെ. മനസ്സിലായില്ലേ? ചിന്തിക്കും. ചില ബദരീങ്ങളൊക്കെ മറവ് ചെയ്യുന്ന രംഗം കണ്ടവരുണ്ട്, നേരത്തെ വന്നവരുമുണ്ട്. അതിൽപ്പെട്ടതാണ് മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. അവിടെ ഹാജറുണ്ട്. ബദരീങ്ങൾ മുഴുവനും കൂടി എത്തിയിട്ടില്ല. അതായത് ആ കർമ്മത്തിലേക്ക് അവർ വരുന്നത്. ഉസ്മാനു ദുന്നൂറൈനി വസ്സിൻവു ഖദ് അതാ വസ്സിൻവു അനിജൻ. സിൻവി എന്നതിന് അവിടെ അർത്ഥം സിൻവി എന്നാൽ പിതൃവ്യന്റെ പുത്രൻ. അവരുമുണ്ട്. ഖദ് അതാ അലിയുൻ, അതായത് അലിയും വന്നു. അബുസ്സിബ്തൈനി, രണ്ട് തറവാട്ടിന്റെ വാപ്പയായ. എങ്ങനെയാണ്? കല്ലൈസി, ഈറ്റപ്പുലി പോലെ. മുശ്രിഫൻ വെളിവായി വന്നവനായ നിലയിൽ. ഈറ്റപ്പുലി പോലെയാ വെളിവായി വന്നത്. പതാക പിടിച്ചത് അന്ന് സയ്യിദ്ന അലിയാണ് റളിയല്ലാഹു അൻഹു. പ്രധാനമായും പതാക അലിയുടെ കയ്യിലാണ് റളിയല്ലാഹു അൻഹു. അവർ അബുസ്സിബ്തൈൻ രണ്ട് ഗോത്രത്തിൻ്റെ ബാപ്പയാണ്. ഏതാ രണ്ട് കുർത്തും? ഹസനി ഗോത്രവും ഹുസൈനി ഗോത്രവും. അല്ലാഹു അവരെ മുഹിബ്ബീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. പിന്നെ സഈദുണ്ട്, സുബൈറുണ്ട്. അവരെ കൂട്ടത്തിൽ സഈദായ സഈദുമുണ്ട്. സന്തതിയുമുണ്ട്. ഔഫിന്റെ സന്തതി, അത് അബ്ദുറഹ്മാനാണ്. അല്ലാഹുവിനോടും റസൂലിനോടും കരാർ പാലിച്ച ആമിറുമുണ്ട്. ആമിർ ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അവർ ജോർദാനിലാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ അവരെ പോയി കാണണം ഇൻഷാ അല്ലാഹ്. എൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം. അവരെത്ര ഇഷ്ടം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണ്. പല്ല അങ്ങോട്ട് പോയി. 38-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് അബൂ ഉബൈദ. ചെറുപ്പക്കാരൻ. പല്ല അങ്ങോട്ട് പോയി. എന്നേ പല്ല് പോയത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിളിൽ തറച്ച ആ ഇരുമ്പിന്റെ വളയം പറിച്ചെടുത്തു.
അപ്പം പല്ല് പോയി. ഒരു കൊടിയിൽ കൊണ്ടുവരാനൊന്നും നേരല്ല. ബാപ്പാനെ തലെടുത്തു. മുസ്തഫ നബി ആക്ഷേപിച്ചു. അതാണ് ആമിർ ബിൻ ജറാഹ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് പറയല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക. അടുത്ത ഖലീഫയായ അപ്പോൾ പറഞ്ഞു, നമ്മുടെ ആമിർ ബിൻ ജറാഹ് ജീവിച്ചിരിപ്പില്ല, അബൂ ഉബൈദ ജീവിച്ചിരിപ്പില്ല. ഉണ്ടെങ്കിൽ അബൂ ഉബൈദ തന്നെ. അബൂ ഉബൈദ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മുഷാവറ നടത്തിക്കോളി. അബൂ ഉബൈദ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾ മുഷാവറ നടത്താൻ ഞാൻ സമ്മതിക്കൂല. എന്തുകൊണ്ട്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് അബൂ ഉബൈദ. അബൂ ഉബൈദ യർമൂക്കിൽ മരിച്ചു. ജോർദാനിലാണ് യർമൂക്കിൽ മരിച്ചു. ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? മരിച്ചു. ഷഹീദായിട്ടല്ല മരിച്ചത് പ്ലേഗ് ബാധിച്ചവന് യുദ്ധത്തിന് വന്നു, പ്ലേഗ് ബാധിച്ചു മരിച്ചു. പ്ലേഗ് ബാധിച്ചവർക്ക് എന്തിൻ്റെ പ്രതിഫലമുണ്ട്? ഷഹീദിന് പ്രതിഫലമുണ്ട്. അല്ലാഹു അവരൊക്കെ ഇഷ്ടപ്പെടും. നമ്മളെ ചേർത്ത് തരട്ടെ. മനസ്സറിഞ്ഞ് പറയും കുട്ടികളെ, സ്വഹാബിയുടെ കൽബിലേക്ക് കയറ്റി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൊട്ടക്ഷൻ ചെയ്ത്. പല്ല് പോയില്ലേ? എന്താണ് അബൂ ഉബൈദ? എന്താണ് അവരുടെ ഈമാൻ? അല്ലാഹു അതിലേക്ക് നമ്മളെ ചേർത്ത് തരട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറ. അല്ലാഹ് അവരെ ഞങ്ങളെ തിരിച്ചറിയണമേ റബ്ബേ. അവരൊക്കെ തിരിച്ചറിയാൻ അവർക്ക് നീ അവരിലേക്ക് മുഅ്മിനീങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന ദിവസം നീ ഞങ്ങളെയും അവരെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊടുക്കണമേ റബ്ബേ. അവരിലേക്ക് ഞങ്ങളെയും കൂട്ടണമേ റബ്ബേ. അവർക്ക് ഞങ്ങളെയും കൂട്ടണമേ റബ്ബേ. ആമീൻ ആമീൻ റഹ്മതിക യാ റഹീം. ഓക്കേ. طلحة سعد والزبير سعيد ونجل لعوف نجل أنا സന്തതി ഔഫിന്റെ സന്തതി. ثم عمير من وفى അല്ലാഹുവിനോടും റസൂലിനോടും കരാർ പൂർത്തിയാക്കി വീട്ടിയവനായ ആമിർ എന്ന അബൂ ഉബൈദ ബാപ്പാന്റെ തല അറുത്ത് വന്നപ്പോൾ റസൂലുള്ള മുഖം തിരിച്ചുപോയി. അപ്പോൾ ജിബ്രീൽ വന്നു, നബിയേ നിങ്ങളോടുള്ള ഇഷ്ടമാണ്, ബാപ്പാനോട് ദേഷ്യമല്ല. لا تجد قوما يؤمنون بالله واليوم الآخر يوعدون من حد الله ورسوله. إذا سورة آية എടുത്തോണ്ട. لا تجد قوما يؤمنون بالله واليوم الآخر يوعدون من حد الله ورسوله. ഒരു ജനത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്ക്. ഒരു ജനത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ള ജനത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. യുവദ്ദൂന, അവർ പ്രേമിക്കുന്നവരായിട്ട് മൻ ഹദ്ദല്ലാഹു റസൂലഹു, അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളെ. വഹാബികളടക്കം അവരൊക്കെ ആരോട് ദേഷ്യം വെക്കുന്നവരാണ്? അല്ലാഹുവിനും റസൂലും അടിസ്ഥാന ദീനെ നശിപ്പിച്ചവരാണ് വഹാബികൾ. അവരെ ചങ്ങായിമാരാക്കാൻ പാടില്ല. ഇതിൽ വർത്താനില്ല. മാനുഷിക പരിഗണന ആർക്കുമില്ലേ? ഒരു നായ കിണറ്റ് ചാടാൻ പോണ നേരത്തെ നിങ്ങൾ പഞ്ഞെടുക്കൂലേ? അത് മാനുഷിക പരിഗണന. അല്ലാതെ അവരോട് ഇളിച്ചാട്ടി നടക്കലല്ല. അല്ലാഹുവിന്റെ റസൂലിന് ശത്രുത കാണിച്ച ജനതയാണ് അവർ. പരിശുദ്ധ ദീനിനെ അവർ ഈ ആഖിർ സമാനിൽ നശിപ്പിച്ചു. തമാശ പറയല്ല എന്ന് വിചാരിക്കണ്ട. അല്ലാഹുവിന്റെ ദീനിന്റെ മുഖം എന്ന റഹ്മത്താണ്. അത് വഹാബിസം നശിപ്പിച്ചു, ഒരു ശിദ്ദത്താക്കി. ദീനിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ഒരു ശിദ്ദത്ത് അതാക്കി മാറ്റി. എന്നാൽ ദീനിന്റെ മുഖം റഹ്മത്താണ്. അല്ലാഹു റഹ്മാനാണ്, മുത്തനബി റഹീമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ റഹ്മാനുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റഹ്മാനാണ്, മുത്തനബി റഹീമാണ്. എന്തല്ലേ? അല്ലാഹു റഹീമായിക്കോട്ടടാ, മുത്തനബി റഹീമല്ലേ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹിന്റെ റസൂലിന്റെ പേരാണ്. റഹ്മാൻ അള്ളാഹിന്റെ പേരാ, റഹീമോ സുബ്ഹാനഹു വ തആല. അൽഹംദുലില്ലാ അതും അള്ളാഹിന്റെ റസൂലിന്. അൽഹംദു, ഹംദിൽ ഒരു മീം കൊടുത്താൽ മുഹമ്മദായി. അർറഹ്മാൻ റഹീം പിന്നെയും പറഞ്ഞു അള്ളാഹു റസൂൽ. മാലിക് യൗമിദ്ദീൻ അതന്നെയാണത്. മാലിക് യൗമിദ്ദീൻ തന്നെ. അത് എന്താ മാലിക് യൗമിദ്ദീൻ? മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ
വിട്ടുകൊടുക്കുന്നവനും ശുപാർശ ചെയ്യുന്നവനും. അതാണ് മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു ഇബാദത്ത് പഠിപ്പിച്ച് മുഹമ്മദ്, ഇസ്തിആനത്ത് മുഹമ്മദ് വഴി. അതന്നെ അല്ലാഹു റസൂലും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അതും അല്ലാഹു റസൂലാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കൊടുക്കുന്നവൻ വഴി മുഹമ്മദ്, അതന്നെ അല്ലാഹു റസൂലും. അതും അല്ലാഹു റസൂലാണ്. സിറാത്തൽ ലദീന അൻഅംത സിറാത്ത മുഹമ്മദ് അതും തന്നെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം മുഹമ്മദിനോട് ദേഷ്യം വെച്ചവരെ മാർഗത്തിൽ പോകരുത്, മുഹമ്മദിനെ തെറ്റിപ്പോയ മാർഗത്തിൽ പോകരുത്. തന്നെ തന്നെയുള്ള ഫാത്തിഹ സൂറത്ത്. അല്ല എന്ന് പറയാൻ താന്തൊക്കെ ജനിച്ചവരുണ്ടെങ്കിൽ വരികടാ. അല്ലാഹു റസൂലാണ് ഇടാൻ ഫാത്തിഹ സൂറത്ത്. അതല്ല എന്ന് പറയാൻ തന്തൊക്കെ ജനിച്ചവരുണ്ടെങ്കിൽ വരിക. ഈ വെച്ച അർത്ഥം തെറ്റാണെന്ന് പറയാൻ തന്തൊക്കെ ജനിച്ചവരുണ്ടെങ്കിൽ വരിക. അള്ളാഹുവിനെയും റസൂലിനെയും ഫാത്തിഹ സൂറത്തിൽ നിനക്ക് ഓരോ ആയത്തിലും ഹർഫിലും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ദീൻ എന്താ? മനസ്സിലായില്ലേ? ചിന്തിന്നെ ദീൻ. അള്ളാഹിനോടും റസൂലിനോടും ശത്രുത വെക്കാൻ പാടില്ല. നിരീശ്വരവാദികൾ മുതൽ വഹാബികൾ വരെ. വഹാബികൾ കാഫറാണോ? കാഫറൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതവർ അള്ളാഹുവിനെ റസൂൽ ശത്രുത വെച്ചാൽ ഏതാ സുഹൃത്ത്? لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله لا تجد قوما ഒരു ജനത്തെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു ജനത യുവാദൂന സ്നേഹിക്കുന്നത് അവരായിട്ട് മൻ ഹദ്ദല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത വെച്ചവരെ സ്നേഹിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയില്ല. ആ ജനം അവരെ ബാപ്പയാണെങ്കിൽ പോലും. ഈ ആയത്തിറങ്ങിയത് ആരുടെ കാര്യത്തിലാണ്? ഈ പറഞ്ഞ ആമിറിന്റെ കാര്യത്തിലാണ്. അതാണ് ആമീറു മൻ വഫാ. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള കരാർ പൂർത്തിയാക്കി വീട്ടിയ ആളാണ് ആമിർ. അതാണ് അബൂ ഉബൈദ. സഅദിൻ സഈദിൻ സുബൈദിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫിൻ ആശിരിൽ കറമി يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. അള്ളാഹുവിന്റെ ദീനിനെ എല്ലാ എതിരാളികളും അതിൽപ്പെട്ടു. ഇവർ അള്ളാഹു റസൂൽ ശത്രുക്കളാണ്. നിരീശ്വരവാദി മുതൽ വഹാബി വരെ. വഹാബി അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മുഖം നശിപ്പിച്ചു. ഇന്ന് ലോകം മുഴുവനും ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയാൻ കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല ലോകത്തൊരു ചരിത്രത്തിലും. വഹാബിസമാണ് 20-ാം നൂറ്റാണ്ടിൽ അതിന് വഴിവെച്ച്. അവരെപ്പറ്റി റസൂൽ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കണ്ണുള്ളവർക്ക് കാണാം. കണ്ണുള്ളവർ, ഞാൻ വഹാബികളെ പറ്റിയുള്ള ഹദീസ് ബുഖാരിയിൽ കണ്ടിട്ടുണ്ട്. കണ്ണ് വേണം. കണ്ണാണ് അതല്ല. ഇത് പോത്തിൻ്റെ കണ്ണാണ്. ഇത് പോത്തിൻ്റെ കണ്ണാണ്. ഇതിനുള്ളിൽ കണ്ണുണ്ട്. തപ്പി ആഖിർ സമാനിൽ വഹാബികൾ വരും ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ എന്ന് ബുഖാരിയിലുണ്ട്. സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ആഖിർ സമാനിൽ വഹാബികൾ വരും. വഹാബികൾ വന്നാൽ ദജ്ജാൽ വരാൻ നിങ്ങളുണ്ടാവില്ല എന്ന് ബുഖാരിയിലുണ്ട്. എവിടെയുണ്ട്? സ്വഹീഹ് ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുത്തഫഖുൻ അലൈഹി ഹദീസുണ്ട്. ആഖിർ സമാൻ ആവുമ്പോൾ വഹാബികൾ വരും. വഹാബികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ദജ്ജാൽ വരാൻ നിങ്ങളുണ്ടാവില്ല എന്ന് ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തപ്പി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലങ്ങൾ തപ്പി ഹദീസുണ്ട്. അവർ ദീനിൻ്റെ മുഖച്ഛായ മാറ്റി. ദീനെന്നാൽ ഭീകരവാദമാണെന്ന് അവർ വരുത്തി തീർത്തു. ദീനെന്നാൽ ശിദ്ദത്താണെന്ന് വരുത്തി തീർത്തു. അല്ല, ദീൻ റഹ്മത്താണ്. ഏതൊരു കാര്യം നബിക്ക് അല്ലാഹു കൊടുത്തപ്പോഴും അതിൽ ഏറ്റവും എളുപ്പമുള്ളതും അയത്നവുമായ കാര്യമല്ലാതെ നബി തിരഞ്ഞെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? റഹ്മത്തൻ, പിന്നീടുള്ള ജനത്തിനുള്ള കരുണ. ആർക്കും വിഷമമുണ്ടാകരുത്. ദീനൊരു വിഷമല്ല, ദീനൊരു സന്തോഷമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് ആമിർ ബിൻ ജറാഹ് എന്ന അബൂ ഉബൈദ. അബൂ ഹഫ്സിനിൽ ഫാറൂഖ് ഉസ്മാൻ ദുന്നൂറൈനി വസ്സിൻബു ഖദ് അതാ. സിൻബിനർത്ഥം ഞാൻ എന്താ പറഞ്ഞത്? പിതൃവ്യ പുത്രൻ. അലിയുൻ അബു സിബ്തൈനി കല്ലൈതി മുശ്രിഫാ വതുൽഹാതു സഅദുൻ
والزبير سعيدهم ونجل لعف ثم أمير من وفى فيا قبر جمع الكافرين جميعهم قد أرليتم المولى بنصرة مصطفى يا قبر جمع الكافرين يا كافرين ഉള്ളടങ്ങിയ ഖബറേ ജമീഉഹിം അവരെല്ലാം ഉള്ളടങ്ങിയ ഖബറേ ഖദ് അർലൈതുൽ മൗലാ നിങ്ങൾ തൃപ്തിപ്പെട്ടോ അൽ മൗല മൗലയെ ബിനസ്റത്തി മുസ്തഫ ഏ ഖബറേ അഥവാ ഖബറിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് മുസ്തഫ നബിയെ ഭൂമിക്ക് ഇറങ്ങി ഏറെപ്പോഴെങ്കിലും മനസ്സിലായോ മുസ്തഫ ആരാണ് فيا قبر جمع الكافرين جميعهم قد أرليتم المولى بنصرة مصطفى മുസ്തഫാനെ തൃപ്തിപ്പെട്ടോ ബിനസ്റത്തി അല്ലാഹു ബിനസ്റത്തി നിങ്ങൾക്ക് മൗലയെ തൃപ്തിപ്പെട്ടോ ബിനസ്റത്തി മുസ്തഫ മുസ്തഫയെ സഹായിച്ച കാരണമായിട്ട് ഖബറിനെ ബഹുവചനമാണ് ഖബറിലേക്ക് സംബോധന അങ്ങനെയും വെക്കാം അപ്പോൾ അവരുള്ളടങ്ങിയ ഖബറിനെ വിളിച്ച് ഖബറിനോട് പറയാം ഖബറേ നിങ്ങൾക്ക് സമാധാനമായില്ലേ റളൈതുൽ മൗല ബിനസ്റത്തി മുസ്തഫാനെ സഹായിച്ചില്ലേ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫാനെ റബ്ബ് സഹായിച്ചപ്പോൾ നിങ്ങൾക്ക് തൃപ്തി വന്നില്ലേ നീ അവരിലേക്കും ചേർത്തി വെക്കാം നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് മതിയായില്ലേ എന്നൊക്കെ അർത്ഥം പിന്നെ بكسركم الأسناب جبروا قلوبنا وشدتم منار الحق على واشرفا يا الله يا رحمن يا حي واهبي أقم بي أركانا لدينك قد اقتفاء സമയം കഴിഞ്ഞു 9 മണിക്ക് തീരേണ്ടതാണ് സമയം കഴിഞ്ഞു ബാക്കി ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ ബാക്കി ഞാൻ അടുത്ത ദിവസം പറയും ബുധനാഴ്ച ഇൻഷാ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ ഇതെല്ലാം കേൾക്കണം വീണ്ടും കേൾക്കണം ഈ പാഠങ്ങളൊക്കെ വീണ്ടും കേൾക്കണം പിന്നെയും കേൾക്കണം റസൂലുള്ളാഹിനെ കയറ്റണം ഖൽബിൻ്റെ ഉള്ളിൽ കയറ്റണം റസൂലുള്ളാഹി ഖൽബിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അവിടെ കുഫർ ഉണ്ടാവില്ല ഖുർആനിൽ പോലും യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ ഖുർആൻ ചില ആളുകൾക്ക് ഹിദായത്താണ് ചില ആളുകൾക്കത് വലാലത്താണ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്നാൽ മുസ്തഫ നബി അങ്ങനെയല്ല മുസ്തഫ നബിക്ക് ഒരാൾ തടി വിട്ടുകൊടുത്താൽ മതി ആ ആൾ നന്നാവും മുസ്തഫ നബിക്ക് തടി വിട്ട് കൊടുത്ത ഒരാളെ പിൻപറ്റിയാൽ പോലും നന്നാവും പിന്നെന്തിനാ എല്ലാം നബിയാണ് ഒക്കെ നബിയാണ് ഞാൻ പറഞ്ഞില്ലേ ഫാത്തിഹ സൂറത്ത് മുഴുവൻ നബിയാണ് ഖുർആൻ മുഴുവൻ നബിയാണ് എല്ലാം നബിയാണ് മുഹമ്മദ് മുസ്തഫ അല്ലാത്ത ഒരു വചനമില്ല ഒരു ഹർഫില്ല അതാണ് ദീന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ആ നബിയെ പഠിക്കുക ആ നബിയെ പറ്റി പറയുക ആ നബിയെ പറ്റി മൗലൂദ് ഓതുക എപ്പോഴും നമ്മളെ ദീന് മൗലൂദാണ് റസൂലുള്ളാഹിനെ മാത്രം പറയാം എന്തുകൊണ്ട് ഇയാളെ നമുക്ക് അല്ലാഹു എന്തിന് തന്നതാണ് പ്രശംസിക്കാൻ തന്നതാണ് അതുകൊണ്ട് ഇയാൾക്ക് പേര് വെച്ചതാണ് മുഹമ്മദ് നീ നബിക്കെന്നെ പ്രശംസിക്കണമെന്ന് പോലും ചോദ്യമല്ല നബിൻ്റെ പേരെന്നെ എന്താണ് മുഹമ്മദ് പ്രശംസിക്കപ്പെടേണ്ടവൻ അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തം എന്താണ് പ്രശംസിക്കുക ആരെ റസൂലുള്ളാഹിനെ പറ്റി ഒരു വിമർശനം ചെവിട്ടിൽ കേൾക്കാൻ പാടില്ല കേട്ടാൽ ആ ഭാഗം കുഫറിലേക്ക് കയറും അല്ലാഹു കാക്കട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വഹാബിയുടെ പ്രസംഗം കേട്ടിട്ടില്ല ഇല്ല മറുപടി പറയാൻ വേണ്ടി പോലും പറഞ്ഞ വേറൊരാൾ കേട്ട് ഞാൻ എഴുതി തന്നാൽ മറുപടി അറിയും അല്ല ഞാൻ കേൾക്കൂല കാരണം ഇന്ന ഫിൽ ബയാനില്ല സിഹ്റൻ അതിൽ സിഹറുണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ നിരീശ്വരവാദിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എൻ്റെ 59ാമത്തെ വയസ്സാണ് ഇന്ന് വരെ നിരീശ്വരവാദിയുടെ പ്രസംഗം കേട്ടിട്ടില്ല ഒരു വഹാബിയുടെ പ്രസംഗം ഞാൻ കേട്ടില്ല ഒരു മൗദൂദിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലില്ല ഇല്ല ഒരിക്കലും ഇല്ല കാരണം മനസ്സ് എന്നാൽ കരീശിൽ ഫലാത്തി മരുഭൂമിയിലെ തൂവൽ പോലെയാണ് കണ്ടേനൊക്കെ കേൾക്കണ്ട എല്ലാം കൂടി കേട്ടാൽ നാശമാവും ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു ഒരു വയൽ കേൾക്കണമെങ്കിൽ അയാളെ തന്നെ ഫോളോ ചെയ്യാം പറ്റുന്ന ആളെ പിടിച്ചാലും മതി എന്നെ പറ്റിയൊരു വേറെ ആളെ പിടിച്ചോ ഒരാളെ പിടിക്കണം ഇതിപ്പോൾ ഞാനൊരു ലോക്കൽ വർത്താനം പറഞ്ഞു അല്ലാതെ ഒരു വലിയ വർത്താനം നല്ലത് കണ്ടത് മുഴുവൻ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടാ പോകണ്ട കണ്ടൊക്കെ കേൾക്കുക ഒരു ഇന്നെ കേൾക്കരുത് കണ്ടോരൊക്കെ കേൾക്കുന്ന എന്നെ കേൾക്കരുത് എന്നെ കേൾക്കുന്നവർ പിന്നെ കണ്ടോരെ കേൾക്കരുത് പിന്നെ അത് മതിയാലോ ഇവിടെ വെള്ളിയാഴ്ച അള്ളാഹ് ക്ലാസ് ഉണ്ട് പിന്നെ സൂഫി ക്ലാസ് ഉണ്ട് മതി ഞാൻ അതിൻ്റെ അപ്പുറം ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നോ ചോദിച്ചോ എനിക്കറിയാത്ത ഞാൻ ചോദിച്ച് പറഞ്ഞുതരും അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ ആഖിർ സമാനാണ് ആഖിർ സമാനിൽ
നരകത്തിൻ്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വരും. മൻ അജാബഹും ഖദഫൂഹു ഫീഹാ. ആർക്ക് ആ പ്രബോധകന്മാർക്കിൽ ആർക്ക് നീ ഉത്തരം കൊടുത്താലും അവർ നിന്നെ നരകത്തിലെറിയും. അല്ലാഹു തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ആ വരി ഒറ്റ വട്ടം ചെല്ലുക. എന്നിട്ട് നമുക്ക് ദുആക്ക് അതിൻ്റെ ആദ്യത്തെ ഹർഫ് മുതൽ ഹർഫുൽ ഫാവ് മുതൽ 58ാമത്തെ പേജ് മുതൽ. കഫാനി ശുറൂറൽ ജിന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവ്വലഹു വആഖിറഹു. കഫാനി ശുറൂറൽ ജിന്ന് വൽ ഇൻസി മൻ നഫാ ദുജൽ ബഗി വൽ അസ്വാഇ ബിൻ നൂരി മുസ്തഫാ. കഫാനി മക്റൽ മാകിരീന വകൈദഹും കഫൽ വൽ ബഅസാ അന്നി വൽ ജഫാ. وألزمني ذكر الحبيب ومدحه عليه صلاة الله ما شارق خفاء. عليه صلاة الله كالقطر والحصى وكالرمل والأوراق ما دام مقتفاء. وكالقدر والمقدار بطنا وظاهرا مدى الدهر يا من قاد لي كل ما اصطفى. محمد عبد الله سيد خلقي وسلم عليه وارحمنا وشرفا. تجلت له الذات العلية شاذجا وعين العمى والتمسيم معطا ومتحفا. فتمامه رب كريم أحبه وأكماله حسا ومعنا وضعفا. هباه وأجداه وقرب ذاته لحضراته العليا وعطى ونيفا. فهو أول التوحيد أول قابل تجلي ذات الحق زهزاه رفرفا. وأول موجود وأول خادم وأول مخدوم أطيعا وأتحفا. وأول مذكور وأول ذاكر وأوفى لنا خرقا سريا مشرفا. فأعطى لكل الخلق كل فواضل وأعطى لأهل الفضل فضلا ونفنفا. به بان سر الكائنات فآدم فنوح فإبراهيم فالكل أتحفا. فموسى فعيسى ثم عبي محمد به يتحف حمل الأمانات والوفاء. فما لي من خير الأنام محمد سوى ظله ما أحل العلي مثقفا. سوى ظله ما أحل العلي مثقفا. അത് ത്വാഇൻ്റെ അല്ലാ അല്ല, സ്വാദിൻ്റെ അല്ലാതാണ്. ഞാൻ പറഞ്ഞിട്ട് അത് സ്വാദിൻ്റെ അല്ലാതാണ്, ത്വാഇൻ്റെ അല്ലാ അല്ല. بغار حراء قد أتته رسالة من الله مهما جاءه متعكفا. فجاء نذيرا داعيا ومبشرا وأرشاد من قد كان قبل تعسفا. وصلى وصام الصيف حجا مجاهدا وزكى وشاد الدين والكون ثقفا. وجاهد فهرا عند بدر محمد فيه تكشفا. كذلك إسرافيل جاء مبارزا كذلك عزرائيل للحرب لففا. ب5,000 أتوه بشارة وناسيره مولى البرايا وقد كفى. أبو بكر العالي الإمام وسيدي أبو حفص الفاروق حبي من صفا. وعثمان ذو النورين والصنف قد أتى علي بالسبطين الليث مشرفا. وطلحة سعد والزبير سعيد ونجل لعف ثم عمير من وفى. فيا قبر جمع الكافرين جميعهم قد أرليتم المولى بنصرات مصطفى. ഞങ്ങളെ കൽബിൽ കേട്ടിട്ട് നന്നാക്കി തരണം റബ്ബ്. സാലിഹ്യങ്ങൾ പെടുത്തണം. അല്ലാഹു റസൂലിനെ തിരിഞ്ഞവരിൽ ഞങ്ങളെ പെടുത്തണം റബ്ബ്.